ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഒരു പഴം ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കാണല്ലേ ഇപ്പം നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് കൊല പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും, എന്നിട്ട് തൊലിയൊക്കെ പെട്ടെന്ന് കറക്കുകയും ചെയ്യും അല്ലേ. ഇങ്ങനെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ പഴം കഴിക്കാനും തോന്നില്ല, എല്ലാവർക്കും മടിയാണ് ഈ തൊലി കറുത്ത പഴം കഴിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ കഴിപ്പിക്കാൻ ഒരു എളുപ്പ മാർഗ്ഗമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണ്ടാത്തവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതാ നമുക്ക് പഴമൊക്കെ കൂടെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് ഇത്തിരി വലിയൊരു പാത്രമാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ നെയ്യ് നല്ലതുപോലെ നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് തൂത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഴം വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണക്കുമ്പോഴേ ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് അത് ഇളകി വരാനും പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഈ നെയ്യും അതായത് നമ്മുടെ ഈ പഴത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ഈ ഉണങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എത്ര കഴിക്കാത്തവരാണെങ്കിലും ഈ ഒരു പഴം ഉണക്കിയത് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിലും കഴിക്കും, വലിയവരാണെങ്കിലും കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ നെയ്യൊക്കെ തൂത്തിട്ട് നമ്മുടെ പഴം ഇതുപോലെ കട്ട് ചെയ്ത് പാത്രത്തിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്തിരി ഏറെ പഴം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറേ ഒരു 3-4 പാത്രം എടുത്ത് അതിലേക്കെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതേ എല്ലാ ദിവസവും നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ എല്ലാ ദിവസവും തിരിച്ച് മറിച്ചിട്ട് ഏകദേശം ഇതുപോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ ഇതേപോലെ ആയി വരും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അതോ ഇനി ഇതുപോലെ തൊലി കറുത്ത പഴങ്ങളൊക്കെ വലിച്ചെറിയുവാണോ എന്നും പറയണം കേട്ടോ. ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കേ. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഏകദേശം നമുക്ക് ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പഴം ഇതുപോലെ നല്ല മുരുമുരാന്നായി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ. ഇനി ഇതുപോലെ എന്താ പറയുക, നമ്മൾ നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്തിട്ട് അവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കേ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അതായത് നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുകയും ചെയ്യും. ഇനി എത്ര പഴം വേണ്ടാത്തവരാണെങ്കിലും ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക കേട്ടോ. ആ നെയ്യുടെ ഒരു ടേസ്റ്റും പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ ആകുമ്പം നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കേ.